കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗവും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗവും ഒരുപോലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ ആകെക്കൂടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു എന്നതാണ് കേരളത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന വലിയ ഒരു ചർച്ചാ വിഷയമാണ് അതിൻ്റെ സിലബസ് പരിഷ്കരണം. അതോടൊപ്പം തന്നെ പരീക്ഷാ സമ്പ്രദായം, മൂല്യനിർണ്ണയം, ഇതിലൊക്കെയുള്ള മാറ്റങ്ങൾ. ഇപ്പോഴും അത് സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാഠപുസ്തക നിർമ്മാണത്തിൽ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു യഥാർത്ഥത്തിലുള്ള സ്ഥിതിവിശേഷം. ഇവിടെയൊക്കെ വേണ്ട രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ സർക്കാരും അതിൻ്റെ വകുപ്പുകളും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് മുഖ്യ കാരണം. ആ കാരണത്താൽ തന്നെയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗവും അതിൻ്റെ നിലവാരവും ഒക്കെ അനുദിനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സർക്കാർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയാറുണ്ട്, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർന്നതാണ്, അടിവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിലുള്ള സ്ഥിതി അതിൽ നിന്നൊക്കെ വളരെ പിന്നാക്കമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് പിന്നാക്ക പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ വേണ്ടത്ര അധ്യാപകരില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, വേണ്ട രീതിയിൽ അവർക്ക് അധ്യയനം നടക്കുന്നില്ല, പാഠപുസ്തകങ്ങൾ സമയത്ത് ലഭിക്കുന്നില്ല തുടങ്ങിയ നിരവധി പരാതികളുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലൊക്കെയുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യഥായോഗ്യം നടത്തിക്കൊണ്ടു പോകുന്നില്ല എന്ന ആക്ഷേപവും പൊതുവെ വരുന്നുണ്ട്. പ്രത്യേകിച്ചൊക്കെ ആദിവാസികളും അതുപോലെ തന്നെ പിന്നാക്ക സമുദായം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലുള്ള സ്കൂളുകളൊക്കെ അവഗണിക്കപ്പെടുന്നു എന്ന തരത്തിലും ആക്ഷേപം വരുന്നുണ്ട്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗവും തൃപ്തികരമായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സ്കൂളുകളുടെ സമയമാറ്റത്തെ സംബന്ധിച്ച ചില പുതിയ പരിഷ്കാരങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്മേൽ തന്നെ തീരുമാനമാകാൻ അല്പം കൂടി സമയം എടുക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന സൂചനകൾ. ഇതിനേക്കാളൊക്കെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധമുള്ള പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ 13 സർവകലാശാലകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ സമയത്ത് എടുത്തു പറഞ്ഞ ഒരു കാര്യം, 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും പൂർണ്ണ സമയ വൈസ് ചാൻസലർമാരില്ല. പൂർണ്ണസമയ വൈസ് ചാൻസലർമാർ ഇല്ല എന്ന് പറയുമ്പോൾ ഭരണരംഗത്തുണ്ടായിരിക്കുന്ന, ഭരണ തലപ്പത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയുടെ ആക്കം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. വൈസ് ചാൻസലർമാരാണ് യഥാർത്ഥത്തിൽ ഒരു സർവകലാശാലയുടെ സ്വയംഭരണാവകാശം സംരക്ഷിച്ചുകൊണ്ട് അവിടെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് അക്കാദമിക പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കേണ്ടത്. അവിടെയൊന്നും അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ ഇല്ലാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഗവേഷകർക്കും മറ്റും ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം, സർവകലാശാലകളുടെ വികസനത്തിൽ ലഭിക്കേണ്ട സാമ്പത്തിക സഹായമൊക്കെ യഥാവിധി കിട്ടാതെ പോകുന്നു എന്ന ദുരവസ്ഥയുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കടുത്ത പ്രതിസന്ധിയും വാർത്താ പ്രാധാന്യവും ഉണ്ടാക്കിയത് കേരള സർവകലാശാലയിൽ ഈ അടുത്ത സമയത്ത് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവും മറ്റുമാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ രജിസ്ട്രാറും വൈസ് ചാൻസലറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഫലമായിട്ടാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സർവകലാശാലകളുടെ കൂട്ടത്തിൽ മുത്തശ്ശി സർവകലാശാലയായ കേരള സർവകലാശാലയിൽ ഒരേ സമയം 2 രജിസ്ട്രാർമാർ, വൈസ് ചാൻസലർക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പ്രവേശിക്കാൻ കഴിയാത്തതായ ഒരു സാഹചര്യം, ഇതൊക്കെ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കേരള സർവകലാശാലയിൽ കേൾക്കുന്നത് ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ വൈസ് ചാൻസലർ ഒപ്പിടാതെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. നിരവധി ഫയലുകൾ വൈസ് ചാൻസലർ കാണാൻ കഴിയാതെ വൈസ് ചാൻസലർക്ക് ഓഫീസിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധം ഭരണകക്ഷി ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവിടെ വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കണ്ടവരാണ് ഈ അടുത്ത സമയത്ത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI
മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായിരിക്കുന്ന SFI അവിടെ കാട്ടിക്കൂട്ടിയതായ കലാപങ്ങൾ, ജനലിലൂടെയും ഈ ഭിത്തികളിലൂടെയും ഒക്കെ അള്ളിപ്പിടിച്ച് കയറി ഓഫീസുകൾക്കകത്ത് കയറി അവിടെ ഉണ്ടാക്കിയതായിട്ടുള്ള പ്രതിസന്ധിയും ജീവനക്കാരെയും അവിടെയുള്ള മറ്റ് ആളുകളെയും ഒക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുമൊക്കെ ആ ഒരു പ്രതിസന്ധിയുടെ ആക്കം വരച്ചു കാട്ടുന്നതാണ്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിന്റെ സർവകലാശാലയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിന്റെ പ്രതിഫലനങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയിലും സംസ്കൃത സർവകലാശാലയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം അവിടെ വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിലുള്ള ആ തർക്കമാണ്. ചാൻസലറായിരിക്കുന്ന ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കവും സൗന്ദര്യപ്പിണക്കവുമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇത്രയും പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നത് ദുഃഖത്തോടുകൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് UGC ചില നിബന്ധനകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ 13 സർവകലാശാലകളിലും 1 മാസം കൊണ്ട് വൈസ് ചാൻസലർമാരെ പൂർണ്ണ ചുമതലയിൽ നിയമിക്കാനായി സാധിക്കും. അതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണമാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. അതിന്റെ മുഖ്യ കാരണം ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സർവകലാശാല പ്രതിനിധികളെ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് ബോധപൂർവം നിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. 3 പേരടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയിൽ 1 UGCയുടെ പ്രതിനിധി ഉണ്ടാകണം, 2 ചാൻസലറായിരിക്കുന്ന ഗവർണറുടെ പ്രതിനിധി ഉണ്ടാകണം, 3ാമത് ബന്ധപ്പെട്ട സർവകലാശാല സെനറ്റ് നിയോഗിക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാകണം. എന്നാൽ ഗവർണറുമായിട്ടുള്ള സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ചാൻസലറായിരിക്കുന്ന ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ കൂടുതൽ ഈ സർവകലാശാലയിൽ ഇടപെടുന്നു എന്ന ആക്ഷേപം പറഞ്ഞുകൊണ്ട് അതിനുള്ള പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട് കാവ്യവൽക്കരണം എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ആയിരിക്കുന്ന ചാൻസലറുമായുള്ള ഏറ്റുമുട്ടലിന്റെ ഫലമായി സെർച്ച് കമ്മിറ്റിയിലേക്ക് ബോധപൂർവം ഇടതുപക്ഷ ഭൂരിപക്ഷമുള്ള സർവകലാശാല സമിതികൾ ആളിനെ നിയോഗിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. ഇത് യഥാർത്ഥത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരിന്റെ ഒരു ഉൽപ്പന്നമായി തന്നെ വേണം നമ്മൾ കാണാൻ. അതിന്റെ ഫലമായി ദുരന്തം അനുഭവിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. തൊഴിൽ അന്വേഷിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ യഥാസമയം ലഭിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ സമയത്ത് കിട്ടുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ പ്രശ്ന കലുഷിതമായിരിക്കുന്നു. കോളേജുകളിൽ കൃത്യമായ അധ്യയനം നടക്കുന്നില്ല. അതുപോലെ തന്നെ പരീക്ഷാക്രമം ആകെ താളം തെറ്റിയിരിക്കുന്നു. മൂല്യനിർണയം കൃത്യസമയത്ത് നടക്കുന്നില്ല. ഇങ്ങനെ അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ ഭരണസ്തംഭനം ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഫലമായി വളരെ ബുദ്ധിമുട്ടുകൾ നിരവധി ആളുകൾ അനുഭവിക്കുന്നു. ഏകാഗ്രതയോടുകൂടെ അധ്യാപകർക്ക് അവരുടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സമവായത്തിലൂടെയാണെങ്കിലും കേരള സർക്കാർ മുൻകൈയെടുത്ത് ചാൻസലറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കി അടിയന്തരമായി കേരളത്തിലെ 12 സർവകലാശാലകളിലും മുഴുസമയ വൈസ് ചാൻസലറെ നിയമിക്കാൻ നടപടികൾ എടുക്കണം. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തി കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കരുത്. പോഷക സംഘടനകളായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ യജമാനന്മാർ തയ്യാറായി മുന്നോട്ട് വരണം. അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ പുറത്തേക്ക് സ്ഥലം വിട്ടു പോകുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ കുട്ടികളെ നിർബന്ധിച്ച് കേരളം വിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് കേരളത്തിൽ ഒരിക്കലും ഭൂഷണമല്ല. 1ാം റാങ്ക് അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ സ്ഥാപനങ്ങളൊക്കെ റാങ്ക് പട്ടികയിലൊക്കെ മേൽ നിൽക്കുന്നു. A++ ഗ്രേഡൊക്കെ സർവകലാശാലകൾക്ക് കിട്ടുന്നു എന്നൊക്കെ പുരപ്പുറത്ത് കയറി നിന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗീർവാണം അടിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയില്ല. കുറെ കൂടെ വിവേകത്തോടും സൽബുദ്ധിയോടും വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പോടുകൂടി വേണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നയപരിപാടികൾ സ്വീകരിക്കാൻ, നയങ്ങൾ സ്വീകരിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ എന്നുള്ളതാണ് ഈ സമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്.